काम किया किस चक्र में मैंने काम किया നല്ല ഡിസ്റ്റർബൻസ് ആണ്. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയണില്ല. ഇവരെ നിർത്തതൊക്കെ കാണുമ്പോഴല്ലേ സത്യം പറഞ്ഞാൽ നമ്മളെന്നെ നാലെല്ലാം കയറ്റിട്ടാണ് ഇരിക്കുന്നത്. ഹായ് ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ ഫൈനലി ശ്രീനഗർ എത്താറായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. നല്ല കാശ്മീരിലെത്തി മാൻ. നല്ല അടിപൊളി കാഴ്ചകളല്ലേ നിങ്ങൾ സ്കോട്ട്ലാൻഡിനെ വെല്ലുന്ന കാഴ്ചകളാട്ടോ. സ്കോട്ട്ലാൻഡ് ഉണ്ടെങ്കിൽ വെറുതെ തല്ലി മറിക്കലിട്ട് വെറുതെ വ്ളോഗിൽ ഫോട്ടോ വീഡിയോ അല്ലേ പോകുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളാണ്. നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിലേറെ മനോഹരമാണ്. പിന്നെ നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് സ്നോഫാളും കാര്യങ്ങളൊക്കെ ഇന്നലെ ഗുൽമർഗിൽ പെയ്തിരുന്നതല്ലേ. പിന്നെ ഇന്ത്യന്റെ മിലിറ്ററിന്റെ 50% ഇവിടെ. അത് സത്യമായിട്ട് അത് പറയേണ്ട കാര്യം തന്നെയാണ്. എല്ലായിടത്തും പോലീസും കാര്യങ്ങളാണ്. സോറി, മിലിറ്ററി. പേടിയാവുണ്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സംഭവം ഒന്നും ഇല്ല. നമ്മളെ സെക്യൂരിറ്റി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടി നോക്കി ഇതിമഞ്ഞൊരു ചളി കയറാനില്ല. അങ്ങ് ആ തല മുതൽ ഇത്തല വരെയുള്ള എല്ലാ ചളിയും കേറിയിട്ടുണ്ട് ഈ വണ്ടിമേ. പിന്നെ അടിപൊളിയാട്ടോ. ഇന്ത്യയുടെ ഈ തല വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇഷ്ടം പോലെ ആർമിക്കാരാണ് നിക്കണത്. സംഭവം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറിയൊരു പേടി ഇല്ലാതിരിക്കുവോ? കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളല്ലേ. അവിടെ നോക്കി കാഴ്ചകള്, അടിപൊളി വീടും കാര്യങ്ങളൊക്കെ അല്ലേ. സത്യം നമ്മുടെ ട്രാഫിക് പോലീസിനെ കുറച്ച് ട്രാഫിക് പോലീസ് കൊടുത്ത എല്ലാ പരിപാടിയും ഒക്കെ പണ്ട് 500 ആയിക്കണ്. ഇവരെ നിർത്തതൊക്കെ കാണുമ്പോഴല്ലേ സത്യം പറഞ്ഞാൽ പാവം തോന്നും കേട്ടോ. സീരിയസ്ലി പറയാം, പാവം തോന്നും. കാരണം അമ്മാതിരി തണുപ്പാണ് ഇവിടെയൊക്കെ അല്ലേ. മൈനസും പിന്നെ ഇവിടെ കുറഞ്ഞ എപ്പോഴും 6, 3, 4 അത്രയും വെയിറ്റ് ഉണ്ട് അവരെ ആ കോട്ട് ജാക്കറ്റും പിന്നെ ഗണ്ണും കാര്യങ്ങളായിട്ട് അവരാ സൂട്ട്. എന്നിട്ട് അവരെ സമ്മതിക്കണ്ടേ. നമ്മളെ മലയാളി ഉണ്ടല്ലോ ഇഷ്ടം പോലെ അല്ലേ. ആർമിയില് ഇഷ്ടം പോലെ ആർമികളുണ്ട്. ഒരു 200-300 മീറ്ററിന്റെ ഒരു സെൻസസ് എടുത്തു. അപ്പൊ എത്ര ആർമിക്കാരെ നമ്മള് കണ്ടത്? 36 ആർമിക്കാരെ നമ്മള് കണ്ടത്. കുറച്ച് ഏരിയയിൽ എത്ര മിലിറ്ററിനെ. അപ്പൊ എത്ര ആൾക്കാർ ഈ ആർമിയിൽ ഉള്ളത്? കാരണം ആർമിന്റെ ഏകദേശം മെജോറിറ്റി ആളുകളും ഈ കാശ്മീരിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വേണ്ടിട്ട് ഇവിടെ ഉണ്ട്. അത് ഈ തണുപ്പത്തില്ലേ വല്ലാത്ത നമ്മളെന്നെ നാലെല്ലാം കയറ്റിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഫൈനലി നമ്മൾ റൂമും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ഡിഗ്രി എത്ര പറഞ്ഞവര്? -6 വരും രാത്രി. അടിപൊളി ബെസ്റ്റ്. ലേക്ക് വ്യൂ റൂമും കാര്യങ്ങളും എടുത്തിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് അപ്പുറത്തോട്ടൊക്കെ പോയപ്പോ എത്ര പറഞ്ഞ അവിടെ റെന്റ്? 6,000 പറഞ്ഞു. സീസൺ ആണ് ആക്ച്വലി. ഈ സമയങ്ങളിൽ വല്ലാണ്ട് നമ്മളെ പുറത്തെ ആൾക്കാരില്ല. സത്യം പറഞ്ഞല്ലോ ടൈം ശരിക്കുള്ളത് അങ്ങനെയല്ല. അത് ഡിപ്പെൻസ് ആണ്. ഓരോരുത്തർക്ക് എന്താണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ തണുപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഈ ടൈമില് പോലും. ഇവിടെ നല്ല തണുപ്പല്ലേ ഈ ടൈമിൽ. ഇപ്പൊ നമുക്കൊന്നും അറിയാണ്ട് പോന്നാണല്ലോ സത്യം. അങ്ങനെ ഫൈനലി നമ്മൾ റൂമും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. റിസ്ക് എടുക്കാൻ വയ്യ. നല്ല റൂമാണ്. ഈ ബഡ്ജറ്റിലുള്ള നല്ല റൂമല്ലേ കിട്ടിക്കണേ. ഇവിടെ നമ്മളിപ്പോ 5-6 റൂമും കാര്യങ്ങളും നമ്മൾ നോക്കിയതാണ്. പക്ഷെ അതിൽ ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ആംബിയൻസും കാര്യങ്ങളാണ്. ഇവിടുന്ന് ലേക്ക് വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഹീറ്റ് ചെയ്യുന്ന ബ്ലാങ്കറ്റും കാര്യങ്ങളും നല്ല റൂമും കാര്യങ്ങളുമാണ്. ഇലക്ട്രിക് ഹീറ്ററും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബാത്ത് ടബും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് ലേക്ക് വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സംഭവം നൈസാണ് കേട്ടോ. എന്ത് കാട്ടുന്നു? ഒരു പാന്റിന് വേറെ പാന്റും കൂടി. ഭയങ്കര സീനല്ലേ. നമ്മള് വിചാരിച്ച മാതിരി ഒന്നും അല്ലാട്ടോ സത്യം. നമ്മള് പെരക്കാരൊന്നും കൊല്ലാൻ കേട്ടോ. സീരിയസ്ലി പെരക്കാരൊന്നും കൊടുത്തിട്ടേ ഇത് കാണിച്ചു കൊടുക്കണം. ഇവിടെ നല്ല പാക്കേജ് എവിടെയാണുള്ളത് നോക്കുക. എന്നിട്ട് നമുക്ക് നേരെ പൈസയും കാര്യങ്ങളും കൊടുത്തിട്ട് അവരെ ഏൽപ്പിക്കുക. നമുക്ക് വരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. ഓലെ കൊടുത്തിട്ട് നോക്കാലൊന്നും. അപ്പൊ നമ്മൾ ചത്തിട്ടുണ്ടാവും. നമ്മളിവിടെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോണ്. ഞാൻ നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് അവിടെ അപ്പൊ നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം കാണിച്ചു തരാം. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടാവും. ഒരാളെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി മനുഷ്യനാണ്. ആളെ കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമുക്ക് ബോട്ടിൽ നിന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാ കാര്യങ്ങളെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ആ ചെറിയ ബോട്ടിൽ നിന്ന് വലിയൊരു ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2.5-3 മണിക്കൂർ റെൻറ്റിന് എടുത്തതാണ്. പിന്നെ ഓക്കെ വയ്യ. നല്ല അടിപൊളിയാണ് സംഭവം. നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്. ഇതാണ് ഇതിനകത്തുള്ള വ്യൂ. സംഭവം നൈസല്ലേ. ഇതിൽ നമ്മൾ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റുന്ന പറഞ്ഞത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസത്തിനകത്ത് സ്റ്റേ ചെയ്യും.
കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ അതേ സിസ്റ്റം തന്നെ തോന്നുന്നു. നല്ല അടിപൊളി റൂമും 3 പേർക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബെഡ്റൂം, അതും അഫോർഡബിൾ റേറ്റ് ആണ്. इसका 3 बेडरूम, 3 ബെഡ്റൂമും 6 total 5 room, sitting room and dining hall. Okay. We have all together 5 room. We have. मेरी लौटा दे जन्नत है. भैया आपको ये हिंदी ये सॉन्ग कैसे पता है? ये मैं काम किया कीर्ति चक्र में, मैंने काम किया. अदा कीर्ति चक्रയിലെ വർക്ക് ചെയ്ത ആളാണ്. उसमें क्या रोल था आपका? उसमें शिकारा ड्राइविंग. शिकारा ड्राइविंग. कितना आदमी इधर? 60,000. 60,000 60,000 ആൾക്കാര് ഈ ലേക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വീടുകളും കാര്യങ്ങളായിട്ട് താമസിക്കുന്നത് ആളുകളാണ്. അവര് ഇതില് ടൂറിസം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇത് സംഭവം വലുതാണ് കേട്ടോ. ഈ ഭാഗത്തൊന്നും കുറേ ഉണ്ട് ഇതിൻ്റെ. അത് നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. സംഭവം നൈസാണ്. നല്ല ചെറിയ തണുപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തണുപ്പും കാണാൻ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട്. വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഇതുപോലെ കുറേ ഉണ്ട് സംഭവങ്ങൾ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നല്ലോ ഗോൾഡൻ ലേക്കിലൂടെയാണ്. ഇവിടെ ലോട്ടസ് ലേക്ക്, അങ്ങനെ കുറേ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഓഫ് സീസണാണ്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തണുപ്പും അതുപോലെ മഞ്ഞൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഓഫ് സീസണിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ കീർത്തി ചക്ര അതിന്റെയൊക്കെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. സംഭവം നൈസാണ് കേട്ടോ. എന്നാലും ഇപ്പഴും ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട്. വന്നപ്പേ നല്ല തണുപ്പല്ല, അപ്പൊ ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. ഏതായാലും ഇതൊക്കെ നല്ല പരിപാടി. ചായ ഉണ്ടാവണം ഈ തണുപ്പത്ത് കേട്ടോ. എത്രയാ വില പറഞ്ഞേ? ഒരു ചായക്ക് 30 രൂപ. എന്നാലും കൊടുത്താലും കുഴപ്പമില്ല, തണുപ്പാണേ. അങ്ങനെ ഗായ്സ് ഒരു ചായയും കുടിച്ച് ഞങ്ങളെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പാ. അപ്പൊ ഈ ഒരു ചായ പോരാ, ഒരു 3-4 ചായ കൊടുക്കേണ്ടി വരും മിക്കവാറും. ഇപ്പോ ഇവൻ ഇവിടെ വന്നതിന് ശേഷം ഫുള്ള് വ്ളോഗാണ്. നമ്മളൊരു പരിപാടി നടക്കുമ്പോൾ കംപ്ലീറ്റ് ആക്കണല്ലോ. ഇങ്ങോട്ട് ഇറങ്ങുമ്പോ യൂട്യൂബും ഉണ്ടായില്ല, വ്ളോഗും ഉണ്ടായില്ല. ഇതൊക്കെ എപ്പ ഉണ്ടായി? അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ ലൈഫ് ഓഫ് മുബാരിസ്. അത് ഈ വണ്ടി ഇപ്പൊ കൊണ്ടുപോയി അവിടെ കുത്തു ഇല്ലല്ലോ. റേവുക്ക വില പേച്ച് സാധനം വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പെണ്ണുങ്ങളെ സോപ്പിടാനുള്ള പരിപാടിയാണ് റേവുക്കാക്ക്. തോന്നുന്നത് എന്താ അറിയോ, ഇവിടെ മൊത്തം മലയാളം പഠിച്ചിട്ട് ഇവിടെ ഇവർക്ക് തമിഴ് അറിയാം. ഇതാണ് അവസ്ഥ. എവിടെ എന്താ അറിയോ, നമ്മളെ ആൾക്കാർ വന്നിട്ട് ഇവിടെ പഠിപ്പിച്ച് അങ്ങനെ പോകുമ്പോഴേ ഇവര് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിച്ചു. ഇപ്പൊ നമ്മൾ ടിക്ക വാങ്ങിക്കണ്. നേരത്തെ ഓരോ ആളുകൾ ഓരോന്ന് വന്ന് മേടിപ്പിക്കണം. നമ്മളിത് ഇങ്ങനെ തിന്നും ചെയ്യും വാങ്ങും ചെയ്യും. ഇതാണ് നമ്മളെ പ്രശ്നം. കണ്ടു കഴിഞ്ഞാൽ മേടിക്കണം തോന്നും. അതാണ് പ്രശ്നം. നമ്മളിങ്ങനെ ഓരോന്ന് കാണും, നമ്മളത് വാങ്ങും. ഇവര് വന്നിട്ട് എന്താട്ടും ഇതിങ്ങനെ വാങ്ങിപ്പിച്ചു നമ്മളെ കൊണ്ട്. നമ്മളെ വാങ്ങി പോകും എങ്ങനെയായാലും. പിന്നെ പൈസ നമ്മൾ വിചാരിച്ച മാതിരില്ല, കുറച്ച് പൈസ ഒക്കെ വരുന്നുണ്ട്. കുറച്ച് റീസണബിൾ റേറ്റ് ഒന്നല്ല, ടൂറിസം ഏരിയ അല്ലേ. ഉണ്ടാവും. നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നതാണ്. ആദ്യം നോക്കുന്നുണ്ട്. സിമ്പിൾ ആയി പറയാം. ഇപ്പൊ എന്താണ് ചിക്കൻ ടിക്കയാണ്. എന്താ ഓർഡർ ചെയ്ത് നമ്മള്? ചിക്കൻ ടിക്ക അതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഒപ്പം ചെയ്താണ് കിച്ചണും പിന്നാലെ പോകുന്നു. സംഭവം തെറ്റാണ്. കാരണം എന്താ വെച്ചാല് ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതല്ല, ഇപ്പൊ ഉണ്ടാക്കി തരുന്നതാണ്. അത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് തരുന്നതാണ് കേട്ടോ. സംഭവം നൈസാണ്. നമ്മളെ ടിക്ക റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി സാധനല്ലേ പയ്യാ? വെറുതെ വ്ളോഗിന് വേണ്ടി പറയല്ല, സെറ്റല്ലേ? അടിപൊളി നൈസ് സാധനല്ലേ? സത്യം പറഞ്ഞാലേ മാർക്കറ്റും കാര്യം എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ ഇത് കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ച് നമ്മോട് ഇങ്ങനെ നല്ല ഡിസ്റ്റർബൻസ് ആണ്. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. സംഭവം നൈസാണ്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് റൂം എടുക്കുന്ന സമയത്തുണ്ടല്ലോ, റോഡ് മുഴുവൻ കേരള രജിസ്ട്രേഷൻ കണ്ടിന് ഇറങ്ങി പിടിക്കായിരുന്നു. ഇവിടെ യുദ്ധത്തിന് പോയ മാതിരിയായിരുന്നു അവസ്ഥ. വീട്ടില് സിറ്റ് ഔട്ടിൽ ഇരിക്കണ പോലെയാണ് ഇപ്പൊ ഇരുത്തം. ഏതാ ഇരുത്തം? അതാണ് എല്ലാവരുന്നില്ല സംഭവം. ഈ ലേക്ക് ഉണ്ടല്ലോ നല്ല വലുപ്പമുണ്ട് കേട്ടോ. കാരണം ഓല് പറഞ്ഞാൽ അത്രയും ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളതന്നെയാണ്. കാരണം ഇത്രയും വലുപ്പമുണ്ട്. കാരണം 2-3 മണിക്കൂർ ഇതിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് നടക്കാനുള്ളതുണ്ട്. ഇവര് പറയണ എന്താ വെച്ചാല് ഈ വാട്ടറില്ലേ ഐസാവുന്നു. അതായത് 25-ന് ശേഷം പക്കായിട്ടും ഐസാവുന്നു. രാവിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ ചെറിയ ഐസ് പോലെ ഉണ്ടാവുന്നു. സംഭവം നല്ല തണുപ്പൊക്കെ നമ്മള് വന്നിക്കണ കേട്ടോ. ഡൽഹിയിലൊരു മീനാ ബസാർ കണ്ടില്ലേ, അതേപോലെ വേറെ മീനാ ബസാറാണ് ഇത്.
പക്ഷെ ഡൽഹിയില് വെള്ളത്തിലല്ല, ഇത് വെള്ളത്തിലാണ്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ ഏട്ടാ. പിന്നെ ഇത് രാവിലെ കാണാൻ ഏറ്റവും ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷെ രാവിലെ നമ്മൾ എത്താത്തത് കൊണ്ടും പിന്നെ തണുപ്പായത് കൊണ്ടുമാണ് നാളെ പിന്നെ വേറെ പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക്. നാളെ പ്ലാനൊക്കെ ഉണ്ട്, രാവിലെ എണീക്കുമെന്നുള്ള ആദ്യം. പിന്നെ ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഗുൽമർഗിൽ ആകെ ഐസും കാര്യങ്ങളും വീണെന്തോ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്, റോഡും കാര്യങ്ങളും ട്രാഫിക് ഉണ്ട്, ബന്ധാക്കിക്കണമെന്നൊക്കെ കേട്ടത്. പക്ഷെ നമ്മളെങ്ങാനും ഗുൽമർഗ് പോവും. പിന്നെ ആ സൈഡിലും പിന്നെ അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇത്രേ എന്തൊക്കെയാ പച്ചക്കറികൾ പറഞ്ഞേ? എല്ലാ പച്ചക്കറികളും. അതായത് ഇവർക്ക് ഇതിന്റെ അകത്ത് ഓരോരുത്തർക്കും ലാൻഡ് ഉണ്ട്. അവിടെ ഒക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല, പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ കുറെ ഡ്രസ്സിങ്, ഡ്രൈ ഫ്രൂട്ട്, അങ്ങനെ കുറെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. സംഭവം നല്ല പൈസ ഉണ്ട് തോന്നുന്നു കേട്ടോ ഇവിടെ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിനുള്ളിൽ ഇട്ടിക്കണത്, അപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞതൊക്കെ പാറി പോകില്ല. ഇവിടെ നല്ല മഴ പെയ്യൂല, ചെറുതായിട്ടുള്ളൊരു മഴ പെയ്യുള്ളൂ നമ്മൾ ചോദിച്ചായിരുന്നു. നല്ല മഴ പെയ്യില്ല അത്ര ഇവിടെ. ഒരാള് പാവം കാശ്മീരത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് ചോദിച്ചു വന്ന് ട്രൈ ചെയ്താ. പാവം നോക്കുമ്പോ ചിക്കൻ മാത്രമേ ഈ കുട്ടി കഴിക്കുള്ളൂ. ഉണ്ടാക്കിയത് മുഴുവൻ ബീഫ് വെച്ചിട്ടാണ്. ആകെ ഒരു ചിക്കൻ പീസ് മാത്രമാണ് കിട്ടിയത്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ചിക്കൻ കഴിക്കാൻ, അതും ആംബിയൻസ് ഒക്കെ നല്ല ആംബിയൻസ് വേണം എന്നൊക്കെ പറഞ്ഞു പോന്ന പാവം. ചിക്കൻ മാത്രമേ. പക്ഷെ എനിക്ക് മുതലായി, നിങ്ങൾക്ക് മുതലായി. എന്താ സംഭവം എന്താ വെച്ചാലേ ചിക്കൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ള അലർജിയുടെ പ്രശ്നം ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ പണി കിട്ടി.